ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. കുടംപുളി ഇട്ടൊരു മീൻകറിയാണ്. ഇതിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ നമുക്ക് നമ്മുടെ മീൻകറി ഉണ്ടാക്കാം. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള മീൻ ഞാൻ ക്ലീൻ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നു. അതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ അത്യാവശ്യം എനിക്ക് ക്വാണ്ടിറ്റിയിൽ മീനുള്ളത് കൊണ്ട് ഞാൻ വലിയൊരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ മസാലാസ് ഇടാം. ഞാൻ മസാലയായിട്ട് ഇടുന്നത് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഞാനിവിടെ ഇടുന്നത് ടീസ്പൂണ് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. കാരണം എൻ്റെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് മീനുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഉലുവാപ്പൊടി ഇടുക, ഒരു ടീസ്പൂൺ അളവിന് ഞാൻ ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മെയിൻ സാധനം കുടംപുളിയാണ്. കുടംപുളി നമ്മൾ മീൻകറി വെക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ എങ്കിലും നമ്മൾ വെള്ളത്തിനകത്ത് ഒഴിച്ച് വെക്കുക. ഒരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് പുളി ഇട്ട് വെക്കുക. അപ്പോൾ പുളി നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് അതുകൂടെ ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലതായിട്ട് മസാല തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ. നന്നായിട്ട് മസാല ഇതിനകത്ത് പിടിക്കും. മസാലയുടെ കളറ് നമ്മൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരും. അപ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇനിയാണ് ഞാൻ ചട്ടിയിലെടുക്കുന്നത്. ചട്ടിയിൽ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി വിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നോൺ വെജിനകത്ത് മഞ്ഞൾപ്പൊടി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചട്ടി. ഏകദേശം തിള വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴത്തേക്കിനും നമ്മൾ തീ സിമ്മിലാക്കി വെക്കുക. തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സിമ്മിലാക്കി വെക്കുക. സിമ്മിലാക്കി വെച്ചതിന് ശേഷം അത് അവിടെ നിന്ന് വേവട്ടെ. വെന്തു ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നെന്ന് തോന്നുമ്പോഴത്തേക്കിനും നമുക്ക് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ മീൻകറി വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മീൻകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ ഗൈസ്.